അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു എവിക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് ഗബ്രി എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പുറത്താകലിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ജാസ്മിന്റെ റിയാക്ഷൻ ആണ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഗബ്രി പുറത്തായി എന്നറിഞ്ഞ ജാസ്മിൻ എങ്ങനെയാണത് റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് ഒട്ടും തന്നെ പിടികിട്ടുന്നില്ല. ജാസ്മിൻ ഇത്രയേറെ ഗബ്രിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം. കാരണം അലറി വിളിച്ചുകൊണ്ട് കരയുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത്. ഏതാണ്ട് പ്രാന്ത് പിടിച്ച ആളുകൾ കരയില്ലേ, അങ്ങനെ കരയുന്ന ജാസ്മിൻ. എനിക്കിനി ആരാണ് ഗബ്രിയുടെ ഉള്ളതൊന്ന് സംസാരിക്കാനായിട്ട്, എന്റെ കാര്യങ്ങളൊന്ന് പറയാനും സംസാരിക്കാനും എനിക്കിവിടെ ആരാണുള്ളത്? ഗബ്രി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവനാണ് നീ, നീ ഒരിക്കലും പോവില്ല, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് പറ്റില്ല ബിഗ് ബോസിനെ വിടാനായിട്ട്, ഒരിക്കലും നടക്കില്ല. നമ്മുടെ ജാസ്മിനോട് ബിഗ് ബോസ് ഈ പറയുന്ന ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് പോകാനും ഗബ്രിയുടെ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ നിൽക്കാനും പറയുന്നുണ്ട്. ഈ ഒരു സമയത്തൊന്നും ജാസ്മിൻ പോവാതെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന പ്ലെയർ ആണ്. ഇവനെ വിടരുത് ബിഗ് ബോസ്, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇവനില്ലാതെ പറ്റില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ ഹഗ് ചെയ്യും കിസ് ചെയ്യും എല്ലാം ചെയ്യുന്നുണ്ട്. അത്രയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത്. അതിനുശേഷം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നമ്മുടെ റസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും അലറി വിളിച്ചുകൊണ്ട് ഗബ്രി പുറത്തായി, എനിക്ക് ആരാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ബാത്റൂം ഏരിയയിലൊക്കെ ചെന്നിട്ട് കരയുന്നുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും കൂടി നമ്മുടെ ജാസ്മിനെ സമാധാനിപ്പിക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇമോഷൻസ് ഒന്നും ജാസ്മിന്റെ ഡ്രാമയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ജാസ്മിൻ എന്ന പെൺകുട്ടിയുടെ ഇമോഷൻസ് ഒരിക്കലും താഴ്ത്തിക്കെട്ടിയല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ജാസ്മിൻ എന്ന പെൺകുട്ടിയുടെ ആ ഒരു ഇമോഷൻസിനൊക്കെ നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെ മോശമായിട്ടൊന്നും പറയുന്നില്ല. തനിക്കിനി അവിടെ സംസാരിക്കാനും മറ്റുള്ള ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തന്റെ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു കൂട്ടുകാരൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു ഇമോഷനാണ് ജാസ്മിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്രയേറെ വയലന്റ് ആയി പോയത്. അപ്പൊ ജാസ്മിന്റെ ആ ഒരു ഇമോഷൻസിനെ തീർച്ചയായിട്ടും വാല്യൂ കൊടുക്കുന്നു. അതിനൊരിക്കലും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നില്ല. ഞാൻ അത്ര ക്രൂരനൊന്നും അല്ല, ഞാനൊരു പാവമാണ്. അപ്പോ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ചിങ് മൂമെന്റ് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് ഗബ്രി പുറത്തായിരിക്കുന്നു. നാളെ മുതൽ ജാസ്മിന്റെ പുതിയ ഗെയിമുകൾ കാണാം. എന്തൊക്കെയായാലും ഈ ഒരു ഷോക്കിൽ നിന്ന് ജാസ്മിൻ റിക്കവർ ആയി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഗബ്രി വിട്ടുപോയ ബിഗ് ബോസ് ഹൗസിലേക്ക് ജാസ്മിന്റെ പുതിയ ഗെയിമും കാര്യങ്ങളും. ജാസ്മിന് ഗബ്രിയെ വളരെ ഇഷ്ടമായിരുന്നു, അത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ. അപ്പോ എന്താണ്, എവിക്ഷൻ അവസാനിച്ചിട്ടില്ല. നാളെയും ഒരാൾ കൂടി പുറത്താവുമെന്ന് അറിയുന്നു. നോറയും അതുപോലെ തന്നെ അഭിഷേക് നമ്മുടെ ശ്രീകുമാറിനും ഒരുപോലെ സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.